നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അനായാസം വിജയിച്ചു കയറുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ കണക്കുകൂട്ടൽ. എന്നാൽ BJP ശക്തമായ സാന്നിധ്യമായി മണ്ഡലത്തിലുണ്ട്. സി കൃഷ്ണകുമാർ മണ്ഡലത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. തന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം ജനശ്രദ്ധ നേടുന്ന വഴികളുമായി LDF സ്ഥാനാർത്ഥി P സരിനുമുണ്ട്. ഷാഫി പറമ്പലിന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായത്. ഇത് കോൺഗ്രസിൽ ഉണ്ടാക്കിയ പൊട്ടിത്തെറിയാണ് P സരിനെ ഇടതുപാളയത്തിലെത്തിച്ചത്. VD സതീശൻ ഷാഫി അച്യുതണ്ടിനെതിരെ ആഞ്ഞടിച്ച് സരിൻ രംഗത്തിറങ്ങിയതിന് പിന്നാലെ സമാന അഭിപ്രായവുമായി മറ്റ് കോൺഗ്രസ് നേതാക്കളും എത്തി. AK ഷാനിബും പാർട്ടി വിട്ടത് ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. ഇതിനിടെ K മുരളീധരൻ ഇടഞ്ഞു നിന്നെങ്കിലും ഒടുവിൽ പ്രചരണത്തിന് അദ്ദേഹം എത്തിയതോടെ ഒരു പരിധിവരെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇതിനിടെയും പാലക്കാട്ടെ കോൺഗ്രസിൽ അവസാന നിമിഷം ചില അടിവലികൾ നടന്നേക്കുമോ എന്ന ആശങ്കയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷത്തുള്ളവർ. ഇതിന് കാരണവും കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കിടയിലെ ശീതയുദ്ധങ്ങളാണ്. സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തി തൃശൂരിൽ കോൺഗ്രസിനെ തോൽവിയിലെത്തിച്ച സംഭവം എല്ലാവരും കണ്ടതാണ്. സമാനമായ അവസ്ഥ പാലക്കാട് ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരായ വികാരം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഈ രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പാലക്കാട് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രചരണത്തെ നയിക്കുന്നത്. ഷാഫിയാണ് എല്ലാ കാര്യങ്ങളിലും രാഹുലിന് ഒപ്പമുള്ളതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏകോപനമെല്ലാം സതീശനാണ്. ഇതോടെ ഈ തെരഞ്ഞെടുപ്പിലും വിജയിച്ചാൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ നായകനായി സതീശൻ വാഴ്ത്തപ്പെട്ടേക്കാം. ഇതോടെ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുമെന്ന സാഹചര്യവും ഉണ്ടാകും. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്താൻ ചില നേതാക്കൾ അണിയറയിൽ ചരടുവലിയുമായി രംഗത്തുണ്ട്. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വോട്ട് മറിച്ചു നൽകാനാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് മറിക്കാൻ രണ്ട് പ്രമുഖ നേതാക്കൾ BJPയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം പല ഗ്രൂപ്പുകളായി നിലനിൽക്കുന്ന BJP നേതാക്കൾക്ക് ഈ വോട്ടുമറിക്കൽ ആശയം സ്വീകാര്യമാകാത്ത അവസ്ഥയുമുണ്ട്. കേരളത്തിൽ നിയമസഭയിലേക്ക് വിജയിച്ചത് തലയെടുപ്പുള്ള നേതാവായ O രാജഗോപാലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം രണ്ടാമതായി ഒരാൾ നിയമസഭയിൽ വിജയിച്ചു കയറണമെങ്കിൽ അത് രണ്ടാം നിരയിൽ നിന്നും വേണ്ടെന്നാണ് മുതിർന്ന BJP നേതാക്കളുടെ പക്ഷം. വിജയിച്ചു കയറിയാൽ C കൃഷ്ണകുമാറിന് BJPയിൽ കൂടുതൽ പിടിമുറുക്കുകയും ചെയ്യുമെന്നത് ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാളയത്തിൽ നിന്നും വോട്ട് മറിഞ്ഞാലും BJP പാളയത്തിൽ നിന്നും വോട്ട് ചോരുന്ന അവസ്ഥയുണ്ട്. അവർക്ക് വേണ്ടത് രാഹുലിന്റെ വിജയമാണ് താനും. ഇതോടെ രണ്ട് ഭാഗത്തുമുള്ള അതൃപ്തരായ BJP കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ പല വഴി ചിതറാനാണ് സാധ്യത. പാലക്കാട്ട് നേതാക്കളും ഇത്തരം നീക്കത്തിന് പിന്നിലുണ്ട്. ഷാഫി പറമ്പലിന്റെ പിടിയിൽ നിന്നും പാലക്കാട് കോൺഗ്രസിനെ മോചിപ്പിക്കാനുള്ള സുവർണ അവസരം എന്ന നിലയിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കുറേ കാലമായി ഷാഫിയാണ് ജില്ലയിലെ കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്നത്. തന്നെ അനുഭാവികളെ വളർത്താൻ വേണ്ടി മറ്റുള്ളവരെ ചവിട്ടിത്തേക്കുന്ന സമീപനമാണ് ഷാഫി സ്വീകരിക്കുന്നത് എന്നതാണ് ഇക്കൂട്ടരുടെ ആക്ഷേപം. ഇതിനെല്ലാമുള്ള മറുപടിയാണ് ഉപതെരഞ്ഞെടുപ്പെന്ന് കരുതുന്ന ആളുകളുമുണ്ട്. അതേസമയം പിണറായി സർക്കാരിനെതിരായ രാഷ്ട്രീയ വികാരവും ഷാഫി മുന്നിൽ നിന്നും പ്രചരണം നയിക്കുന്നത് കൊണ്ട് തന്നെ രാഹുലിന് കാര്യങ്ങൾ അനുകൂലമാകുന്നത് കരുതുന്നവർ ഏറെയുണ്ട്. അതേസമയം K മുരളീധരൻ അടക്കം പ്രചരണത്തിനെത്തിയെങ്കിലും രാഹുലിന് വോട്ട് ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞിരുന്നില്ല. UDFനും കൈപ്പത്തിക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതെല്ലാം കോൺഗ്രസ് പാളയത്തിലെ അസ്വാരസ്യങ്ങളായി അത്തരത്തിലുള്ള സൂചനകളായി വിലയിരുത്താം. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി CPMൽ ചേർന്നത് കഴിഞ്ഞ ദിവസമാണ്. 2020 മുതൽ ജില്ലയിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടാണെന്ന ഒരു നാണയത്തിന് രണ്ട് വശങ്ങളല്ല, ഒരു നാണയം തന്നെയാണ് ഇരു പാർട്ടികളെന്നും കൃഷ്ണകുമാരി പറഞ്ഞു. പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ആളുകൾക്ക് അറിയുന്ന കാര്യമാണത്. ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പാർട്ടി അവഗണിക്കുകയാണെന്നായിരുന്നു കൃഷ്ണകുമാരി ആരോപിച്ചത്. ഇതിനിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം പ്രവചിച്ച് DCC പ്രസിഡന്റ് തങ്കപ്പനടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വെല്ലുവിളിയും സൃഷ്ടിക്കാൻ BJPക്കോ CPMനോ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പഴുതടച്ചമുള്ള പ്രചരണം നടത്തിയാണ് മുന്നോട്ട് പോയത്. ഒരു വെല്ലുവിളിയും തോന്നിയിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖ്യ സ്ഥാനാർത്ഥിയാകുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള അസ്വാഭാവികമായ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. വോട്ട് കച്ചവടം അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുന്നത്. എന്തായാലും പാലക്കാടിന്റെ ഭാവി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.